മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കുറിച്ചിട്ടാണ്. ബിഗ് ബോസിൽ പോകുന്നതിനേക്കാളും നല്ലത് ലുലുമാള്, എടപ്പള്ളി ലുലുമാളിൽ പോയിട്ട് മുണ്ടുപൊക്കി കാണിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിൽ എത്തിയ ഒരാൾ, അതേപോലെ തന്നെ അവിടെ പലവട്ടം മുണ്ടുപൊക്കി കാണിച്ചിട്ടും അവിടെ നിന്ന് പുറത്താക്കപ്പെടാത്ത ഒരാൾ, അതേപോലെ തന്നെ ബിഗ് ബോസ് വിന്നറായ ഒരാളാണ് അഖിൽ മാരാർ എന്ന് പറയുന്നത്. അഖിൽ മാരാർ വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താ പറയാ, ഒരുപാട് ആൾക്കാർ ബിഗ് ബോസിലേക്ക് വീണ്ടും വന്നു, പുതിയൊരു സീസൺ ആരംഭിച്ചു. അതിൽ ഒരാളെ പുറത്താക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത്, എന്തെങ്കിലും ഒരു കാരണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയിക്കാൻ സാധ്യതയുള്ളവരെ പുറത്താക്കുക എന്നുള്ളതാണ് ബിഗ് ബോസിന്റെ അജണ്ട. അതായത് അവര് സ്പോൺസർ ചെയ്തിട്ടുള്ള ആൾ മാത്രമേ വിജയിക്കാൻ പാടുള്ളൂ, അല്ലാത്ത ആൾക്കാരെ വിജയിക്കാനുള്ള സാധ്യത ഉണ്ടാവുമ്പോൾ അവരെ പുറത്താക്കുക എന്ന് പറയുന്നതാണ് ബിഗ് ബോസിന്റെ അജണ്ട എന്ന് പറഞ്ഞുകൊണ്ടും, അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സ്ത്രീകളെ വളരെയധികം രണ്ടുപേര് പീഡിപ്പിക്കുന്നുണ്ട്, ഏഷ്യാന്റെ ഹെഡിലിരിക്കുന്ന രണ്ടുപേര് പീഡിപ്പിക്കുന്നുണ്ട് എന്ന് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ രണ്ടു പേര് എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. ഈ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീ ആരാണെന്നുള്ളതും വ്യക്തമാക്കുന്നില്ല. ഞാൻ നിങ്ങളെ ഒരു സ്കൂൾ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ, സ്കൂളിൽ വെച്ചിട്ട് നമ്മളുടെ പെൻസിലോ പേനയോ അങ്ങനെ കാണാണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ അത് നമ്മളുടെ ടീച്ചറോട് പറയുക, അല്ലെങ്കിൽ പണം നഷ്ടപ്പെടുക, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് കണ്ടു കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കറിയാവുന്ന ആൾക്കാര് അവരാണ് ഇവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചിലപ്പോൾ ക്രൂശിക്കുക പോലും ചെയ്തിട്ടുണ്ടാവും. അപ്പോ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ അഖിൽ മാരാർ എന്ന് പറയുമ്പോൾ ഇത് ഏത് സ്ത്രീയാണ്, എന്താണ്, എന്താ പറയാ, വീടൊക്കെ ഉപേക്ഷിച്ച് ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, വീടൊക്കെ നഷ്ടപ്പെട്ട് ഒരുപാട് നാൾ ജീവിച്ചതിന് ശേഷം ബിഗ് ബോസിൽ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരും കൂടിയിട്ട് ഫ്രെയിം ചെയ്യപ്പെടുകയാണ്. അവർ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവരും കൂടി ഫ്രെയിം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അഖിൽ മാരാറിന്റെ സ്റ്റേറ്റ്മെന്റ് നിൽക്കുന്നത്. ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രായോഗികത വേണം. ആ പ്രായോഗികത ഇല്ലെങ്കിൽ അത് നമ്മൾ അവതരിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രായോഗികമായിട്ടുള്ള എന്താണ്, നിയമസാധ്യതകളാണ്. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് ഒരുപാട് നിയമസാധ്യതകളുണ്ട്. ഇതുപോലെ പീഡിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് രഹസ്യമായി തന്നെ കോടതി മുഖാന്തരം അവർക്ക് നീതി കിട്ടാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. മീഡിയ പോലും അവിടേക്ക് വരാത്ത രീതിയിൽ ഈ ഒരു കാര്യം ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു സംവിധാനം ഇന്ന് ഇവിടെ നിലനിൽക്കുമ്പോൾ സമൂഹത്തിൽ ഇത് പറയുന്ന പ്രായോഗികത ഏത് രീതിയിലായിരിക്കും പ്രവർത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹം പറയുന്ന ആ രണ്ടു പേർക്ക് എന്താ പറയാ, തെളിവുകൾ നശിപ്പിക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടായത്. ഇത് ഒരിക്കലും അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ പ്രായോഗികമായിട്ടുള്ള വശം വരുമ്പോൾ അവർക്ക് രക്ഷ നേടാനും, അതായത് ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതകളിലേക്കും കൂടിയാണ് അഖിൽ മാരാറിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിലനിൽക്കുന്നത്. പ്രായോഗികമായിട്ടുള്ള നടപടി എന്താണ്, നിയമ സംവിധാനങ്ങൾ അനുസരിച്ചുകൊണ്ട് നിയമ സംവിധാനങ്ങളിലൂടെ രഹസ്യമായിട്ടുള്ള രീതിയിൽ തന്നെ ഇങ്ങനെയുള്ള കേസുകൾ മൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കാതെ ഇത് സമൂഹത്തിലേക്ക് പറയുമ്പോൾ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ ഫ്രെയിം ചെയ്യപ്പെടുകയാണ്. ഇപ്പോ ഇദ്ദേഹത്തിനെ തന്നെ നോക്കാം. അതായത് ഇപ്പോ ഓട്ടോന്റെ കാര്യങ്ങൾ ആളെഴുതിന് 4000 രൂപയോളം കാര്യങ്ങൾ, പക്ഷെ ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹം ആ ഒരു FB പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാണ് ചെയ്തത്. അപ്പോ അദ്ദേഹം BJPയുടെ ഒരു വക്താവായതുകൊണ്ടാണ് അങ്ങനെ എന്ന് അദ്ദേഹത്തിന് ഫ്രെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഈ ഒരു കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ബിഗ് ബോസ് കൂടി സോ അവരുടെ കൂടിയിട്ടുള്ള ഒരു അജണ്ട ആയിരിക്കാം ഇത്, ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം. അപ്പോ ഇതില് മറ്റൊരു കാര്യം പറയുന്നത്, ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് കുടുംബപരമായിട്ടും സാമൂഹികമായിട്ടും ഫ്രെയിം ചെയ്യപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് നേരിടുന്ന ഒരു പീഡനമുണ്ട്. ഓക്കെ, ആ ഒരു പീഡനം എന്ന് പറയുന്നത് ഈ സാമൂഹികമായിട്ട് ഈ ഒരു കാര്യം പറയുമ്പോൾ ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇപ്പോ അദ്ദേഹം പറയുന്നത് ഏഷ്യാനെറ്റ്, ഡിസ്നി, ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഇതൊക്കെ ഇതിന്റെ നടപടി എടുക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ടെന്നാണ്. പക്ഷെ ഈ നടപടി കൊണ്ട് എന്താണ് പ്രായോഗികതയുള്ളത്? നിയമ സംവിധാനത്തിനേക്കാളും വലുതാണോ ഡിസ്നി, ഹോട്ട്സ്റ്റാർ? നിയമ സംവിധാനത്തിനേക്കാളും വലുതാണോ ഏഷ്യാനെറ്റ്? ഒരിക്കലും അല്ല. അതായത് നിയമ സംവിധാനത്തിനേക്കാളോ വലുതെന്താ ഹോട്ട്സ്റ്റാറും, നിയമ സംവിധാനത്തിനേക്കാളും വലുതല്ല ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇദ്ദേഹം ഇത് പറഞ്ഞു കഴിയുമ്പോൾ അതായത് എന്താ പറയാ, അവർക്കുള്ള തെളിവുകൾ നശിപ്പിക്കാൻ കഴിയും. അപ്പൊ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതകളിലേക്കാണ് ഇത് വരുന്നത്. അപ്പോ ഇദ്ദേഹം പറയുന്നുണ്ട്, ഇതുകൊണ്ട് എനിക്ക് യാതൊരു ഉപകാരവും ഇല്ല, ഞാൻ ഇത് ഇവർക്ക് വേണ്ടി ഞാൻ പോരാടുന്നതാണെന്ന് പറയുന്നുണ്ട്.
ഇതുകൊണ്ട് അഖിൽ മാരാറിന് യാതൊരു ഉപകാരവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഖിൽ മാരാർ താങ്കൾ ഫ്രെയിം ചെയ്യപ്പെട്ടിട്ടുള്ള ആ ഒരു മേഖല ഉണ്ടല്ലോ ഡിലീറ്റ് ചെയ്തത്, അപ്പോ അതിന്റെ രക്ഷാർത്ഥമായിട്ട് മറ്റൊരു പബ്ലിസിറ്റിയിലൂടെയും ഞാൻ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് ഒരു ഫ്രെയിമിലൂടെയും അങ്ങനെ ഒരു ഫ്രെയിമിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. വിശ്വസിക്കുന്നവർ മാത്രം താങ്കളെ വിശ്വസിച്ചാൽ മതി എന്നുള്ളത്. അപ്പോൾ താങ്കളെ വിശ്വസിക്കുന്നവർ മാത്രം താങ്കളെ വിശ്വസിച്ചാൽ മതി എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ താങ്കളെ വിശ്വസിക്കുന്നവരോട് മാത്രമാണ് താങ്കൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ താങ്കളെ വിശ്വസിക്കാത്ത ആൾക്കാരും കൂടി പുറത്തുണ്ട്, നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ താങ്കൾ സമൂഹത്തിനോട് സംവദിക്കുമ്പോൾ അതിനൊരു പ്രായോഗികത ഉണ്ടായിരിക്കണം, നിയമ സംവിധാനങ്ങളുടെ ഒരു പ്രായോഗികത ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ വ്യക്തികളുടെ പേര് പറയാതെ തെളിവുകൾ നിരത്താതെ സമൂഹത്തിൽ ഒരു കാര്യം പറയുമ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ ഫ്രെയിം ചെയ്യപ്പെടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ, കോളേജ് കാലഘട്ടങ്ങളിൽ കണ്ടിട്ടുള്ളത് പോലെ ഒരുപാട് ആൾക്കാർ അതിൽ ഫ്രെയിം ചെയ്യപ്പെടുന്നുണ്ട്. അഖിൽ മാരാറിനോട് ഇപ്പോഴും പറയാനുള്ളത്, ഇങ്ങനെയുള്ള സാമൂഹികമായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരുപാട് ജനങ്ങളുടെ സമയം ഒരുപാട് രീതിയിൽ വേസ്റ്റ് ആവുന്നുണ്ട് ഇതുപോലെയുള്ള ഒരു കാര്യം കൊണ്ട്. അപ്പോൾ അതിന് പ്രായോഗികമായിട്ടുള്ള നടപടി നിയമ സംവിധാനങ്ങളിലൂടെ എന്താ പറയാ നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അല്ലാത്തൊരു നടപടി എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിനോ ഹോട്ട്സ്റ്റാറിനോ അല്ല. ഓക്കെ, നിയമ സംവിധാനങ്ങളുണ്ട് ഇവിടെ. ഓക്കെ, ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിയമ സംവിധാനങ്ങളിലൂടെ തന്നെയാണ് അത്. നിയമ സംവിധാനങ്ങൾക്ക് കീഴെയാണ് നമ്മളൊക്കെ. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു കമ്മ്യൂണിറ്റിയുടെയോ ഭാഗമോ വക്താവോ അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് തിങ്ക് ചെയ്യുക. ആ ഇൻഡിപെൻഡന്റ് ആയിട്ട് തിങ്ക് ചെയ്യുമ്പോൾ പല സ്വഭാവങ്ങളിലുള്ള ആൾക്കാരാണ്. സാമൂഹിക സാഹചര്യങ്ങളുടെയും ഭൗതിക സാഹചര്യങ്ങളിലൂടെയും രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെയും ഒക്കെ വന്നിട്ടുള്ള ആൾക്കാരില് അങ്ങനെയുള്ള ഒരു ലോകത്ത് ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നിരപരാധികളായിട്ടുള്ള ആൾക്കാർ ക്രൂശിക്കപ്പെടുന്നത് എത്ര മോശമാണ്. ഓക്കെ, ചിന്തിക്കുക, നല്ലതിനു വേണ്ടി പോരാടുക, പ്രായോഗികമായിട്ട് പ്രവർത്തിക്കുക, നിയമസാധ്യതകൾ അന്വേഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. അതായത് നമ്മൾ സമൂഹത്തിൽ ഒരു വിഷയം പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ സമൂഹത്തിനോട് സംവദിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു പ്രശ്നം പറയുന്നുണ്ടെങ്കിൽ അതിൽ വ്യക്തമായ തെളിവ് നിരത്തിയിട്ടാണ് പറയേണ്ടത്. അല്ലാത്ത പക്ഷം ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്, അത് ക്രൂശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ.